ഹലോ ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാർ ലൂയിസിനെ കുറിച്ചാണ്. അതായത് ജർമ്മനിയിലെ ഒരു സ്റ്റേറ്റാണ് സാർലൻഡ്, അതിലൊരു സിറ്റിയാണ് സാർ ലൂയിസ്. ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. സോ ഈ കാണുന്ന പിക്ചേഴ്സൊക്കെയാണ് സാർ ലൂയിസിൻ്റെ. ഇവിടെ ഇപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാർ ലൂയിസിൽ ഇവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡേ 1 ഓഫ് സാർ ലൂയിസ് വീക്കാണ്. സാർ ലൂയിസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MS എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഒത്തിരി കടകൾ വരും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്, പിന്നെ ഗാനമേള പരിപാടികൾ സോ അപ്പോൾ പറഞ്ഞു വരുന്നത് സാർ ലൂയിസ് ബോഹെ. അപ്പം ആ ദിവസം ആയതുകൊണ്ട് ഞാനും അന്നുവും മരിയയും കൂടെയാണ് ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് എല്ലാം കാണാൻ വേണ്ടിയിട്ട് കറങ്ങാക്കി ഇറങ്ങിയിരിക്കുന്നത്. ആ ദിവസം ആയതുകൊണ്ട് വെതർ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. എന്തായാലും നമ്മളെന്തായാലും ഫുഡൊക്കെ ട്രൈ ചെയ്യണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ അവരെനിക്കാണെങ്കിൽ ഈ ഹോട്ടോ ഒക്കെ മേടിച്ച് തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അത് കഴിഞ്ഞ് തണുപ്പായ പിന്നെ നമുക്കൊരു ഐസ്ക്രീം മുഖ്യമാണല്ലോ, അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ പറയാനുള്ളത് 3 സ്റ്റേജായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 സ്റ്റേജിലും കൂടെ ബാൻഡൊക്കെ വന്നിട്ടാണെങ്കിൽ ഇതേപോലത്തെ മ്യൂസിക്കും ഭയങ്കര പരിപാടിയായിരുന്നു. 3 സ്റ്റേജിലായിട്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങളതൊക്കെ കേട്ടു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതുവഴി ചുമ്മാ പോയപ്പോഴേക്കും ഒരു ഇന്ത്യൻ കട കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഈ ചേട്ടനായിട്ട് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. ഏറ്റവും അവസാനം ചേട്ടന് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇത്ര വർഷമായിട്ടുണ്ടായിരുന്നു, അതായതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജസ്ഥാനിക്കാരനാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഒത്തിരി സ്നേഹമൊക്കെ കാണിച്ചത് ആ ചേട്ടൻ ഞങ്ങൾക്ക് ആ ചേട്ടൻ കട ക്ലോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അന്നേരത്തേക്കും ഇച്ചിരി കറിയുണ്ട്, ഇച്ചിരി റൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു അത്. അപ്പോൾ അതെല്ലാം കഴിച്ച് അതെല്ലാമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. സോ ഡേ 2 ഡേ 3 ഓൺ ദ വേ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.